ഹലോ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. നമ്മളിപ്പോൾ 17-ാം തീയതി ക്യാപ്കോൺ സിറ്റിയിൽ കോഴിക്കോട് നടക്കുന്ന ബിസിനസ് ലീഡേഴ്സിന്റെ കോൺക്ലേവിലേക്ക് ഒരാൾ വന്നാൽ അവർക്ക് എന്താണ് കിട്ടുക എന്നുള്ളതാണ് ആരോ ഒന്ന് ചോദിച്ചത്. അതായത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു വർഷം ഇങ്ങനെ പരിചയപ്പെട്ടു പോയാൽ ഒരു 10 പേരെയൊക്കെ പരിചയപ്പെടാൻ പറ്റുള്ളൂ, നല്ല ആളുകൾ. അതായത് നമ്മുടെ വിഷനിലേക്കും ഗോളുകളിലേക്കും ഒക്കെ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന, നമ്മളെപ്പോലെ ഗ്രോ ചെയ്യണമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു 10 ആളെ പരിചയപ്പെട്ടാലായി. അതും സാധ്യത വളരെ കുറവാണ്, കാരണം അടുത്ത് വരുമ്പോൾ നമുക്ക് പറ്റൂല എന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ ആ ഒരു കോൺക്ലേവിലേക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു 5000 10,000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളെപ്പോലെ ഉയരണം, വളരണം എന്ന് ചിന്തിക്കുന്ന, പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു 300 പേരുടെ കമ്മ്യൂണിറ്റിയിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ എൻ്റർ ചെയ്യുന്നത്. ഒരു ഹാളിൽ വെച്ച് നമ്മൾ 300 പേരെ പരിചയപ്പെടുകയാണ്. ഏറ്റവും പ്രധാനം, നിങ്ങൾ ആലോചിച്ച് നോക്കി, ചിലപ്പോൾ ഒരു 10 വർഷം നമ്മൾ അധ്വാനിച്ചാൽ പോലും നമുക്ക് അങ്ങനെ 300 ആളുകളെ പരിചയപ്പെടാൻ പറ്റില്ല. അതും കറക്റ്റ് വേവ് ലെങ്ത്തിലുള്ള, കറക്റ്റ് വാല്യൂലുള്ള ആളുകൾ. പിന്നെ ഇത്തരം നെറ്റ്വർക്കിങ്ങിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ആ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ കിങ് സൗദിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരിക്കൽ ID മുസ്തഫയും അതുപോലെ ഫ്രഷ് ടു ഹോമിന്റെ ഷാൻ കടവിലും റഹബാറിന്റെ ടീമും ഒക്കെ വന്നിട്ട് നമ്മളൊരു വലിയൊരു ബിസിനസ് മീറ്റ് നടത്തിയിരുന്നു. അപ്പൊ ആ ബിസിനസ് മീറ്റിൽ ഇങ്ങനെ വന്നപ്പോൾ കുറെ ആളുകൾ ജോലി വിട്ടിട്ട് ബിസിനസ്സിലേക്ക് മാറിയിട്ട് പുതിയ ബിസിനസ് തുടങ്ങി അവർ 10 കോടി 20 കോടിയൊക്കെ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കിയെടുത്ത കുറെ ആളുകൾ അന്ന് പരിചയപ്പെട്ടു. അപ്പോഴാണ് എനിക്ക് ജോലിയല്ല അൾട്ടിമേറ്റ്, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ഒരു ചിന്ത തന്നെ എന്റെ മനസ്സിലേക്ക് വന്നത്. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ ബാംഗ്ലൂരിൽ ഒരു ബിസിനസ് മീറ്റിന് പോയപ്പം എനിക്ക് അവിടുന്ന് ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. ഞാൻ അയാളുടെ എന്റെ വിഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, അതിൽ എത്രയാണോ ഇൻവെസ്റ്റ്മെന്റ് തരുന്നത് അതിന്റെ പകുതി പൈസ ഞാൻ ഇടാം, ജസ്റ്റ് സബ്മിറ്റ് മീ ദ പ്രപ്പോസൽ എന്ന് പറഞ്ഞു. അപ്പൊ ചില സമയത്ത് നമ്മളെ സ്വപ്നങ്ങൾ ഒരുപാട് കാലം സ്വപ്നങ്ങളായി മാത്രം നിലനിൽക്കാൻ കാരണം നമുക്കൊരു ഫണ്ടർ കിട്ടാഞ്ഞിട്ടായിരിക്കും. അത്തരം ഒരു നെറ്റ്വർക്കിൽ പോയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരാളായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ടീവ് സിസ്റ്റം. പിന്നീട് മറ്റൊരു സെഗ്മെന്റ്, മറ്റൊരു ബിസിനസ് ട്രിപ്പ് അല്ലെങ്കിൽ ബിസിനസ് മീറ്റിംഗ് ഞങ്ങൾ ശ്രീലങ്കയിലേക്ക് പോയ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു 20 കോടി 25 കോടി ഒക്കെ ചെയ്യുന്ന ആ റേഞ്ചിലുള്ള ആളുകളായിരിക്കും. പക്ഷെ അതിലുള്ള ആളുകളൊക്കെ 100 കോടി 200 കോടി 250 കോടി 500 കോടി അങ്ങനെയൊക്കെ റേഞ്ചിലുള്ള ആളുകളായിരുന്നു. അപ്പൊ നമ്മളെ ചുറ്റുപാടിൽ നമ്മളാണല്ലോ ടോപ്പ്. നമ്മളെ എപ്പോഴും കൂടെ നടക്കാരെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മളെ സെയിം ഉള്ള ആളുകൾ, അതല്ലെങ്കിൽ നമ്മളെക്കാൾ താഴെയുള്ള ആളുകൾ. അപ്പൊ അവരുടെ കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് എപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ ഉള്ളപ്പോഴും ഇപ്പോഴും അന്നും തോന്നിയിരുന്നു നമ്മൾ ഭയങ്കര സെറ്റപ്പാണെന്ന്. പക്ഷെ നമ്മളെക്കാൾ ഒരുപാട് വിജയിച്ച ആളുകളുടെ കൂടെ ഒരു 8 ദിവസം സ്പെൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി നമ്മൾ ജീവിതത്തിൽ എവിടെ എത്തിയിട്ടില്ല. ആ ഒരു തിരിച്ചറിവ് ഇത്തരം നെറ്റ്വർക്കിങ്ങുകളുടെ ഒരു സംഭവമാണ്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനം, ഇതൊരു എക്കോസിസ്റ്റം ആണ്. അതിൽ 10 300 1000 ആളുകൾ ഉണ്ടാവും വിതിൻ 3 years ടൈം. ഇപ്പൊ ഒരു 300 പേരുണ്ടാവും. അപ്പൊ ഈ എക്കോസിസ്റ്റത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്ക് എന്താവശ്യം പറഞ്ഞാലും അത് സാധിപ്പിച്ചു തരാൻ ഒരാളുണ്ടാവും. നമ്മൾ പറയാണ്, നമുക്കൊരു ഫൈനാൻസിന്റെ ഹെൽപ്പ് വേണം, ആൾറെഡി. നമുക്കൊരു HR-ന്റെ ഹെൽപ്പ് വേണം, ആൾറെഡി. നമുക്കൊരു ERP വേണം, ആൾറെഡി. നമുക്കൊരു സിസ്റ്റം ബിൽഡ് ചെയ്യണം, ആൾറെഡി. നമുക്ക് ഒരു ഹയറിംഗ് നടത്തണം, ഇന്ന ടീം വേണം, ആൾറെഡി. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ബിസിനസിന്റെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് എനിക്കൊരു മാനുഫാക്ചറിംഗിന്റെ ഒരു സോഴ്സിംഗ് ചെയ്യണം, ആൾറെഡി. എനിക്ക് ഇന്ന സാധനം അവിടെ UK-ൽ ഒരു കണക്ഷൻ കിട്ടണം, ആൾറെഡി. കാനഡയിൽ ഒരു കണക്ഷൻ കിട്ടണം, ആൾറെഡി. സൗദിയിൽ എനിക്ക് അതിന്റെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരിക്കൽ നമ്മുടെ ഒരു ബിസിനസ് നെറ്റ്വർക്കിംഗ് ട്രിപ്പിൽ ഒരാൾ വന്നിട്ട് ഒരു മീറ്റിംഗിൽ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തിന് സൗദിയിലേക്ക് വ്യാപിപ്പിക്കേണ്ടിയിരുന്നു. അദ്ദേഹം ബേസ് ആയിട്ടുണ്ടായിരുന്നത് ബഹ്റൈനിലാണ്. അപ്പൊ അന്ന് അതിൽ പരിചയപ്പെട്ട ഒരാൾ കഴിഞ്ഞ 20 വർഷമായിട്ട് സൗദിയിൽ ഏകദേശം ഒരു 100 മില്യൺ 120 മില്യൺ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവർ തമ്മിൽ അന്ന് ആ ബിസിനസ് മീറ്റിൽ പരിചയപ്പെട്ട് അവരെന്ത് ചെയ്തു, പിന്നീട് ഇയാളുടെ പാർട്ണറായിട്ട് സൗദിയിലേക്ക് ഇയാളെ വ്യാപിപ്പിച്ചു. അപ്പൊ ബഹ്റൈനേക്കാൾ വലിയ ഇപ്പോഴത്തെ സെയിൽസ് വോളിയം നടക്കുന്നത് ആക്ച്വലി സൗദിയിലാണ്, കാരണം സൗദി വലിയ മാർക്കറ്റാണ്. പക്ഷെ അയാൾ സൗദിയിലേക്ക് ഇറങ്ങാതിരുന്ന, ഒന്ന് ഫണ്ട് ഇഷ്യൂ, 2 സൗദിയുടെ ലോക്കൽ മാർക്കറ്റും സൗദിയും ലീഗൽ സിസ്റ്റം ഒന്നും അറിയാത്തത് കൊണ്ട് അത് രണ്ടിനുള്ള സൊല്യൂഷൻ ആയിരുന്നു 20 വർഷമായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ. അങ്ങനെ ഏത് രീതിയിൽ നമ്മുടെ ബിസിനസ് വളരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിസിനസ് മാത്രമല്ല, ഈ ബിസിനസ് പൈസ ഉണ്ടാക്കുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല ബിസിനസ്. അതിന്റെ കൂടെ നമ്മൾ ഫാമിലിയും വേണം, ആരോഗ്യവും വേണം, സമാധാനവും വേണം, സന്തോഷവും വേണം, സമൂഹവും വേണം, പടച്ചവനും വേണം എന്നൊക്കെ ചിന്തിക്കുന്ന സമാന മനസ്കരായിട്ടുള്ള 300 ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടോട്ടൽ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ BCC-യിലൊക്കെ നമ്മൾ നോട്ട് ചെയ്തത്, ആളുകൾ വന്നിട്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ടായിരിക്കും അവർ 10 കോടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു വർഷം കൊണ്ട് ആ 10 20 ആയിട്ടുണ്ട്. അത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ്. കാരണം നമ്മളെ മൈൻഡ് ചെറുതായിരുന്നു, അത് അവിടെ എത്തിയപ്പോൾ വലുതായി. അപ്പൊ ആ ഒരു ഞങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ എല്ലാവരും, ചില ആളുകൾ വളരെ ബേസിക് സിസ്റ്റം ബിൽഡിംഗിൽ പെട്ടുപോയിട്ടുണ്ടാകും, അവർ അടുത്ത വർഷം വളരും. പക്ഷെ മിക്കവാറും ആളുകൾ പ്രോഫിറ്റ് ഡബിളോ ട്രിപ്പിളോ 3 ഇരട്ടിയൊക്കെ പ്രോഫിറ്റ് ആക്കിയ ആളുകളുണ്ട്. മിനിമം എല്ലാവരും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഡബിളെങ്കിലും ആക്കിയിട്ടുണ്ട് ആ പ്രോഫിറ്റ്. അപ്പൊ ഞാൻ പ്രോഫിറ്റിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ എക്കോസിസ്റ്റവും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് ആക്ച്വലി നമ്മൾ ഈ BCC ബിസിനസ് ലീഡേഴ്സ് കോൺക്ലേവ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായ, ഒരു മൈൽ സ്റ്റോൺ ആയ ഒരു തീരുമാനമായിരിക്കും അത്തരം ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക എന്നുള്ളത്. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പോയ പോലെയല്ല തിരിച്ചു വരിക, പുതിയ മൈൻഡ് സെറ്റുമായി. ഞങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഈ ഒരു പ്രോഫിറ്റ് ഡബിൾ ആക്കിയത്, എന്തൊക്കെ മറ്റു മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നതെന്നൊക്കെ വെറും ഒരു തിയറി ആയിട്ടല്ല, ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ്, ഓരോ വ്യക്തിയുടെയും ഓരോ കേസ് സ്റ്റഡി എടുത്തിട്ടായിരിക്കും നമ്മൾ ആ കോൺക്ലേവിൽ ഫുൾ രാവിലെ 9 മണി മുതൽ
മുതൽ 6 മണി വരെ ചർച്ച ചെയ്യും. ഓരോ കേസ് സ്റ്റഡി എടുക്കും. ഒരു പാർട്ട്ണർഷിപ്പ് ഫെയിലർ ആയ ഒരാളുടെ സ്റ്റഡി എടുക്കും, അതെങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തത്. ഫൈനാൻസിൽ പ്രശ്നം ഉണ്ടായിരുന്ന ആളുടെ കേസ് സ്റ്റഡി എടുക്കും, അത് നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്തത്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബൈ ഡിപ്പാർട്ട്മെന്റ്, ഫാമിലിയിൽ പ്രശ്നം ഉണ്ടായിരുന്ന ആളുടെ കേസ് സ്റ്റഡി എടുക്കും, അത് നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ഏരിയ എടുത്തിട്ട് ഓരോ കേസ് സ്റ്റഡി എടുത്തിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. വെരി പ്രായോഗികമായിട്ടുള്ള എക്സ്പീരിയൻസ് ആൻഡ് കേസ് സ്റ്റഡി ഷെയറിംഗ് ആയിരിക്കും. തീർച്ചയായിട്ടും അത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യും. അപ്പോൾ വെൽക്കം ടു എന്താണ് പറയാ, നമ്മുടെ ഒരു BCC ബിസിനസ് ലീഡേഴ്സിന്റെ കോഴിക്കോട് നടക്കുന്ന കോൺക്ലേവിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയൊരു വളർച്ചയുടെ തുടക്കമാവട്ടെ. സീ യു ദേർ അറ്റ് കാലിക്കറ്റ്.